ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഈദിനോ പാർട്ടികളിലോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ട്രൈഫിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വെച്ച് പുഡിങ് റെഡിയാക്കുകയാണെങ്കിൽ അവരത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ട്രൈഫിൾ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 ലിറ്റർ പാലിലാണ് നമ്മൾ പുഡിങ് റെഡിയാക്കുന്നത്. അതിൽ 3 കപ്പ് പാല് ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി 1 കപ്പ് പാല് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് പാലിലേക്ക് 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് തീരെ തരികളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായി ചൂടായി വരുമ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഫ്ലെയിമിൽ കൈവിടാതെ തന്നെ ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് നന്നായി കുറുകി ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ചൂടാറുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ജെല്ലി റെഡിയാക്കി എടുക്കണം. നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലെമൺ ഫ്ലേവറിലും ചെറി ഫ്ലേവറിലുള്ള യെല്ലോ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു പാക്കറ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് നന്നായി തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി സെറ്റായി കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്ത പാക്കറ്റും നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അടുത്തതായി കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മുന്തിരി കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു റോബസ്റ്റ പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിനു പകരം 3-4 ഞാലിപ്പൂവൻ പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം 2 കിവി കട്ട് ചെയ്തത്, വലിയ സൈസിലുള്ള ഒരു അനാറ്, ഇതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ മാങ്ങ മാത്രം ചേർത്തും നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ജെല്ലി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് അടർത്തിയെടുക്കണം. നമ്മുടെ പുഡിങ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. ചെറിയ ട്രേ ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി അളവിൽ എടുത്താൽ മതി. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഒരു ലെയറാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു നോർമൽ വനില കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേക്ക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത ശേഷം ട്രേയിൽ മുഴുവനായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കേക്ക് ഒന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ടൈപ്പ് അധികം കട്ടിയില്ലാത്ത ഫ്രൂട്ട് ജ്യൂസ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഓറഞ്ച് ജ്യൂസോ മാംഗോ ജ്യൂസോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ച് പാല് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം തേർഡ് ലെയറായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഫോർത്ത് ലെയറായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 2 കളറിലുള്ള ജെല്ലി ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലിലാണ് നമ്മൾ പുഡിങ് റെഡിയാക്കുന്നതെങ്കിൽ ചെറിയൊരു ട്രേയിൽ ഇതുപോലെ 4 ലെയറായിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിൽ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ 4 ലെയർ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് വീണ്ടും കേക്കിൻ്റെ ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കാം. അതിൽ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഫ്രൂട്ട്സും ജെല്ലിയും ചേർത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് 3-4 മണിക്കൂറോ അതല്ലെങ്കിൽ ഓവർനൈറ്റോ
ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ട്രൈഫിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂട് സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.